കേരളത്തിൽ മത്സര ചിത്രം തെളിഞ്ഞതോടെ കളം നിറഞ്ഞ മുന്നണികൾ. മണ്ഡലം മാറിയെത്തിയ സ്ഥാനാർത്ഥികൾ ഇന്നു മുതൽ പ്രചാരണത്തിൽ സജീവമാകുന്നു. കണ്ണൂരിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ അല്പസമയത്തിനകം എത്തും. ആലപ്പുഴയിൽ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ആവേശത്തിലാണ് UDF പാളയം. ഹാട്രിക് ജയത്തിനായി KC വേണുഗോപാൽ വീണ്ടും ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ഏക സിറ്റിംഗ് സീറ്റ് കൈവിടാതിരിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷം. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി കൊടിക്കുന്നിൽ സുരേഷ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പ്രചാരണത്തിനെത്തും. മാസപ്പടി മുതൽ പത്മജ വരെ രാഷ്ട്രീയ കേരളത്തെ ചൂടുപിടിപ്പിക്കാൻ പോകുന്നു. ക്ഷേമ പെൻഷൻ നൽകാത്തതും വന്യജീവി ആക്രമണവും സിദ്ധാർത്ഥന്റെ മരണവുമൊക്കെ UDF ആയുധമാക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. UDF പാളയത്തിൽ നിന്നും BJP പാളയത്തിൽ നിന്നും ഇടതു പാളയത്തിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വിശകലനങ്ങൾ എങ്ങനെയാണ്? ഏത് തരത്തിൽ കളം നിറയാനാണ് അവർ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഞങ്ങളുടെ പ്രതിനിധികൾ 3 പാളയങ്ങളിൽ നിന്നും തയ്യാറാണ്. അല്ലമീൻ UDF ക്യാമ്പിൽ നിന്നും, BJP ക്യാമ്പിൽ നിന്ന് ദീപക് മലയമ്മയും, ഒപ്പം ഇടത് ക്യാമ്പിൽ നിന്ന് ശരത് കെ ശശി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ആദ്യം അല്ലമീനിലേക്ക്. അല്ലമീൻ, സമരങ്ങളിലൂടെ കളം നിറഞ്ഞു നിൽക്കുന്ന UDFന് മുന്നിൽ വിഷയങ്ങൾ അനവധിയാണ്. പക്ഷേ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള റൂട്ടും പാലക്കാട്ട് നിന്ന് വടകരയിലേക്കുള്ള റൂട്ടുമൊക്കെ എത്രമാത്രം പ്രയോജനപ്പെടുമെന്നാണ് അവർ കരുതുന്നത്? എന്തായിരിക്കും പ്രധാന ആയുധം? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരാൻ UDFനായിട്ടുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട്, ആ തരത്തിലൊരു വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തവണയും UDF രംഗത്തേക്ക് ഇറങ്ങുന്നത്. കോൺഗ്രസും UDFും മറ്റ് ഘടകകക്ഷികളും ഒക്കെ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്തിരിക്കുന്നതും ആ രീതിയിലാണ്. നമുക്ക് നോക്കുമ്പോൾ 3 മേഖലകളായി തിരിച്ചു നോക്കുകയാണെങ്കിൽ 3 ദേശീയ നേതാക്കളെ സംസ്ഥാനത്ത് രംഗത്തിറക്കിക്കൊണ്ടാണ് UDF ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്. തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു റീജിയൻ ശശി തരൂർ, മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് അങ്ങോട്ട് KC വേണുഗോപാൽ, വയനാട് രാഹുൽ ഗാന്ധി, അങ്ങനെ ദേശീയ മുഖങ്ങളായ 3 നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിനാണ് ഇപ്പോൾ UDF രംഗത്തേക്ക് വരുന്നത്. അതോടൊപ്പം പല മണ്ഡലങ്ങളിലും BJPയുടെ ഒരു സാന്നിധ്യം അത് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ഭയം, നേരിയ തോതിലെങ്കിലും ഒരു ആശങ്ക UDFനുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്കാൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ UDFനെ അലട്ടുന്നത് തൃശ്ശൂരാണ്. കാരണം BJP കഴിഞ്ഞ തവണയൊക്കെ 1-ാം നമ്പർ സീറ്റായി കണ്ടിരുന്നത് തിരുവനന്തപുരമാണെങ്കിൽ ഇത്തവണ BJP 1-ാം നമ്പർ സീറ്റായി കാണുന്നത് തൃശ്ശൂരാണ്. ആ തൃശ്ശൂർ കരുണാകരൻ്റെ മകളെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് ഒരു പ്രചരണം, ഒരു സർജിക്കൽ സ്ട്രൈക്ക് BJP നടത്തുമ്പോൾ ചോരയ്ക്ക് ചോര കൊടുത്തുള്ള ഒരു മറുപടിയാണ്, ഒരു മറുതന്ത്രമാണ് UDF ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ K മുരളീധരനെ തന്നെ രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. രണ്ടുണ്ട് കാര്യങ്ങൾ. കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ P ജയരാജനെതിരെ ആര് രംഗത്തിറങ്ങും, ജയരാജനെ പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി ക്കെതിരെ ആര് രംഗത്തിറക്കാനാകുമെന്നുള്ള ആലോചന ചെന്നെത്തിയത് K മുരളീധരനിലേക്കായിരുന്നു. ഒരു മാസ് എൻട്രിയാണ് വടകരയിൽ അന്ന് K മുരളീധരൻ നടത്തിയത്. ഏതാണ്ട് 80,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ K മുരളീധരൻ വടകരയിൽ വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് BJPയെ പ്രതിരോധിക്കാൻ ആര് എന്ന ചോദ്യത്തിനും UDFനുണ്ടായിരുന്ന ഒരേ ഒരു മറുപടി K മുരളീധരൻ എന്നുള്ള അസ്ത്രം തന്നെയായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ പത്മജയെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് BJP നടത്തുന്ന നീക്കങ്ങൾക്ക് എങ്ങനെ പ്രതിരോധം തീർക്കാമെന്നുള്ള ആലോചനയും ചെന്നെത്തിയത് K മുരളീധരനിലേക്കാണ്. അങ്ങനെ സംസ്ഥാനത്ത് BJPക്കെതിരായിട്ടുള്ള, സംഘപരിവാറിനെതിരായിട്ടുള്ള, ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരായിട്ടുള്ള ഒരു അസ്ത്രമായി, ഒരു ആയുധമായി UDF പ്ലേസ് ചെയ്തിരിക്കുന്നത് K മുരളീധരനെയാണ്. അത് ഇത്തവണയും അവർ നടപ്പിലാക്കിയിരിക്കുന്നു. അത് ഫലം കാണുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് UDF ക്യാമ്പിനുള്ളത്. വടകരയിൽ നിന്ന് K മുരളീധരൻ മാറുമ്പോൾ പകരം ആര് എന്നുള്ള ചോദ്യം, അത് ഷാഫി പറമ്പിലിന് അപ്പുറത്തേക്ക് ഒരു പേര് അവർക്ക് പോയില്ല. ഷാഫി പറമ്പിലേക്ക് പോകുമ്പോൾ ഒരു ന്യൂനപക്ഷ മുഖമെന്നുള്ളത്, ഒപ്പം മുസ്ലിം സമുദായത്തിനപ്പുറം മറ്റുള്ള ആളുകളിലും ഒരു പ്രീതിയുള്ള ആൾ, ഒരു ജനപ്രീതിയുള്ള ആൾ എന്നുള്ളത്. അതോടൊപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ശ്രീധരനിലൂടെ BJP വലിയ ഒരു പ്രതിരോധം തീർത്തപ്പോൾ അവിടെയും പോരാടി വിജയിച്ച ഒരു പോരാളിയുടെ പ്രതിച്ഛായുള്ള ഷാഫി പറമ്പിലിനെ വടകരയിൽ പ്ലേസ് ചെയ്യുന്നു. സ്വാഭാവികമായും വടകരയിൽ ന്യൂനപക്ഷ വോട്ടുകൾ, അതോടൊപ്പം തന്നെ യുവാക്കളുടെ ഒരു വോട്ടുകൾ, അതോടൊപ്പം തന്നെ മറ്റാളുകളിലുള്ള ഒരു സ്വീകാര്യത, ശൈലജയെ പോലുള്ള KK ശൈലജയെ പോലൊരു നല്ലൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഷാഫി പറമ്പിൽ എന്തുകൊണ്ടും യോഗ്യനാണ് എന്ന് UDF കണക്ക് കൂട്ടുന്നു. അത്തരം ചില ആലോചനകൾ തന്നെയാണ് ഈ അവസാന മണിക്കൂറിൽ UDF നടത്തിയിട്ടുള്ളത്. ഒപ്പം കഴിഞ്ഞ തവണ കൈവിട്ടു പോയ ആലപ്പുഴ തിരികെ പിടിക്കാൻ ആര് എന്നുള്ള ചോദ്യത്തിനും മറ്റൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അവിടെയും KC വേണുഗോപാൽ എന്നുള്ള ഒറ്റ ഉത്തരത്തിലേക്ക് നേതാക്കൾ എത്തുകയായിരുന്നു. ഈ ടീമിനെയൊക്കെ നയിക്കുന്നതിന് രാഹുൽ ഗാന്ധിയും രംഗത്തിറക്കുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യുന്നതിലൂടെ കോൺഗ്രസും UDFും നടത്തിയിട്ടുള്ളത്. അത് സംഘടനാപരമായിട്ടുള്ള, മുന്നണിപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ അവർ നടത്തിയിട്ടുള്ള, പ്ലേസ് ചെയ്തിട്ടുള്ള പുതിയ തീരുമാനമാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായും അനുകൂലമായ നിരവധി സാഹചര്യങ്ങൾ UDF മുന്നിൽ കാണുന്നുണ്ട്. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, അത് ക്ഷേമ പെൻഷൻ വിതരണത്തിലുള്ള കാലതാമസം, ഒപ്പം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയ ഒരു സാഹചര്യം,
വന്യജീവി ആക്രമണം, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ UDF-ന് അവരുടെ ആവനാഴിയിൽ ആയുധങ്ങളായുണ്ട്. അതെല്ലാം പ്രയോഗിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി LDF ഒരുപടി മുന്നിലാണ്. BJP-യും NDA-യും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചരണ രംഗത്ത് മുന്നേറിയിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഒരുപടി പിന്നിലാണ് UDF, കോൺഗ്രസ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി എന്തായാലും UDF-ന്റെ ഒരു ചിത്രം വ്യക്തമായ സാഹചര്യമാണ്. 20 സ്ഥാനാർത്ഥികളുമായി കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ നേരിടാൻ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക ഇറക്കിയ ഇടതുമുന്നണി തയ്യാറെടുത്തിരിക്കുന്നത് നോക്കാം. ശരത്ത്, UDF പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും പൂഴിക്കടകൻ വരെ പുറത്തെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂരിലേക്ക് K മുരളീധരനെ കൊണ്ടുവന്നുകൊണ്ട് നിയമം പോലെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇടതുപക്ഷത്തിന് ആശങ്കയുണ്ടോ? എങ്ങനെയാണ് പത്മജയുടെ പോക്കിനെ അടക്കം ഉപയോഗിക്കാൻ ഇടതുപക്ഷം തയ്യാറെടുക്കുന്നത്? സുജിയ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം അടക്കം പരമാവധി ഇടതുമുന്നണിക്ക് വോട്ട് കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രചരണോപാധിയാക്കി മാറ്റുക എന്ന തന്ത്രം തന്നെയാണ് ഇടത് ക്യാമ്പ് എടുത്ത് പ്രയോഗിക്കുന്നത്. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിലൂടെ ലഭിച്ച മേൽക്കൈ അത് പ്രചരണ രംഗത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇടത് ക്യാമ്പ് 20 മണ്ഡലങ്ങളിലും പ്രചരണം സജീവമായി മുന്നോട്ട് പോകുന്നത്. ഒരു ഘട്ട പര്യടനമടക്കം മണ്ഡലത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് ഇടത് സ്ഥാനാർത്ഥികൾ അടുത്ത ഘട്ട പ്രചരണത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം കൺവെൻഷനുകൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. 20 മണ്ഡലങ്ങളിൽ പകുതിയോളം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്നും മണ്ഡലം കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം അതുപോലെ തന്നെ ആറ്റിങ്ങൽ എന്നീ 2 മണ്ഡലം കൺവെൻഷനുകൾ ഇന്ന് മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യും. ചാലക്കുടി മണ്ഡലം കൺവെൻഷൻ ഇന്നാണ്. അതുപോലെ തന്നെ പൊന്നാനിയിലും ഇന്ന് മണ്ഡലം കൺവെൻഷൻ നടക്കും. നാളെ കോട്ടയം അടക്കമുള്ള മറ്റ് ചില ഇടങ്ങളിലും മണ്ഡലം കൺവെൻഷൻ നടക്കുന്നതോടുകൂടി 20 മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ പൂർത്തിയായിക്കൊണ്ട് താഴെത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഫുൾ സ്വിംഗിലേക്ക് മാറ്റുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അത് സജീവമായ രാഷ്ട്രീയ ചർച്ചാ വിഷയമാക്കി തന്നെ മാറ്റുക എന്നാണ് CPM ലക്ഷ്യമിടുന്നത്, LDF ലക്ഷ്യമിടുന്നത്. പശ്ചിമഘട്ടത്തിനിപ്പുറത്തേക്ക് കേരളത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ചിട്ടുള്ള അവരുടെ രാഷ്ട്രീയ പൊള്ളത്തരം തുറന്നു കാണിക്കുക എന്നതാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ CPM ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനം 2019 CPM ചൂണ്ടിക്കാണിച്ച കാര്യം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. രാഹുൽ വീണ്ടും വയനാട്ടിൽ മത്സരിക്കുമ്പോൾ CPM-നെ നേരിടുന്നതിനാണോ കോൺഗ്രസിന്റെ ദേശീയ നേതാവിന് പ്രാമുഖ്യം എന്ന ചോദ്യം വീണ്ടും പ്രചരണ രംഗത്ത് ഉപയോഗിക്കും. അതുപോലെ തന്നെയാണ് KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം. നിലവിൽ KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ്. 26 മാസം ഇനിയും അദ്ദേഹത്തിന് രാജ്യസഭാ MP ആയി തുടരാൻ സാധിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് ആലപ്പുഴയിൽ വന്ന് CPM-ന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി മത്സരിക്കുന്നത്. ആലപ്പുഴയിൽ CPM-നെ പരാജയപ്പെടുത്തി KC വേണുഗോപാൽ വിജയിച്ചാൽ സ്വാഭാവികമായും രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ടി വരും. രാജസ്ഥാനിൽ ഭരിക്കുന്നത് BJP-യാണ്. അത്തരമൊരു സാഹചര്യത്തിൽ CPM-നെ പരാജയപ്പെടുത്തിയിട്ടായാലും BJP-ക്ക് ഒരു സീറ്റ് നൽകുന്നതിനാണോ കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി തന്നെ CPM ഏതായാലും പ്രചരണ ആയുധമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെയാണ് തൃശൂരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിട്ടുള്ള ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി വടകരയിൽ തോൽവി ഭയന്നുകൊണ്ട് K മുരളീധരൻ തൃശൂരിലേക്ക് വരുന്നു എന്ന പ്രചരണം ശക്തമാക്കും. അത് വടകരയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപന് മത്സര രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകില്ലെന്ന കോൺഗ്രസിന്റെ തന്നെ തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണമായത് എന്ന പ്രചരണം അത് ഉപയോഗപ്പെടുത്തും. കൂടാതെ പത്മജ അവസാന നിമിഷം BJP-യിലേക്ക് പോയ തീരുമാനം അത് CPM-ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ബോണസ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് CPM-നാണ്. പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ BJP-യേക്കാൾ പ്രചരണ രംഗത്ത് അത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ CPM-ആണ്. ഏറ്റവും കഴിഞ്ഞ കുറെ നാളുകളായി CPM സജീവമായി നടത്തുന്ന ക്യാമ്പയിനാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ലീഡറുടെ മകൾ തന്നെ BJP-യിൽ ചെക്കേറിയിരിക്കുന്നു എന്ന് CPM